കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുകയാണ്. കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് ദില്ലിയിലേക്ക് മടങ്ങും. വിജിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പ്രധാനമന്ത്രിയുടെ ധ്യാനം? ഇന്നലെ വൈകുന്നേരം മുൻപ് നിശ്ചയിച്ച സമയത്ത് തന്നെ അദ്ദേഹം എത്തി കന്യാകുമാരി, തിരുവനന്തപുരത്തെത്തി. അവിടുന്ന് കന്യാകുമാരിയിലേക്ക് പോയി ആ ക്ഷേത്രത്തിൽ തൊഴുത് വിവേകാനന്ദ പാറയിലേക്ക് പോയി ധ്യാനമിരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും ശരത്ത്, ഇന്നലെ 3:30 കഴിഞ്ഞതോടുകൂടിയാണ് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയത്. ടെക്നിക്കൽ ഏരിയയിലാണ് പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി എത്തിയത്. അതിനെ തുടർന്ന് ഹെലികോപ്റ്ററിൽ അതിനുശേഷം കന്യാകുമാരിയിലേക്ക് എത്തി. കന്യാകുമാരിയിലെ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിൽ കുറച്ച് സമയം വിശ്രമിച്ച ശേഷം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തി ധ്യാനം ആരംഭിച്ചത്. ധ്യാനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ധ്യാനത്തിലുള്ളത് എന്ന കാര്യമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോഗ്രാഫർമാർക്ക് ഉൾപ്പെടെ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയുള്ളൂ. എന്തായാലും ഈ 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനം നാളെ ആണ് അവസാനിക്കുക. നാളെ പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. അതിനുശേഷം പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുക. തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ പോകുന്നു. നാളെയാണ് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പോളിംഗ് അവസാനിക്കുന്നത്. എന്തായാലും അതിനു മുമ്പായി വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന വിമർശനം പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. പക്ഷേ എക്കാലത്തെയും പോലെ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഒക്കെ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെട്ടില്ല. അത് തടയാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുന്നണി നേതാക്കളെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ആരംഭിച്ചത് മുതൽ ആദ്യം ഘട്ടത്തിൽ പ്രചാരണത്തിൽ വലിയ തരത്തിൽ മോദി ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിരുന്ന പ്രധാനമന്ത്രിയും ബി.ജെ.പിയും പിന്നീട് അത് തിരിച്ചടിയാകും എന്ന് കണ്ട് അത്തരത്തിലുള്ളൊരു ഇന്ത്യയിൽ തന്നെ ഒരു ഈ ഭരണ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് തീവ്ര വർഗീയതയിലേക്കുള്ള പ്രചാരണം ആരംഭിച്ചത്. അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് വേണം ഒരുപക്ഷെ ഈ വിവേകാനന്ദ പാറയിലെ അവിടെ എത്തിയുള്ള ഈ ധ്യാനത്തെ കൂടി കാണാൻ. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്നലെയാണ് അവസാനിച്ചത്. നാളെ വോട്ടെടുപ്പ്. അവിടെ വിജിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ ആ പരാതി അല്ലെങ്കിൽ ആ വിമർശനം അത് വളരെ ശരിയായിട്ടുള്ളതാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും ബോധ്യപ്പെടാവുന്നതാണ്. കാരണം ധ്യാനം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യവും താല്പര്യവും ഒക്കെ ആകാം. പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. മതപരമായി ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മതപരമായ ഒരു ദുസ്വാധീനം ചെലുത്താൻ കഴിയും വിധം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയിൽ നിന്ന്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് NDA മുന്നണിയെ നയിക്കുന്ന അവരുടെ താരപ്രചാരകൻ, മുന്നണിയുടെ നേതാവ് തന്നെ വളരെ പ്രകടമായി പെരുമാറുന്നുവെന്ന പ്രതിപക്ഷ മുന്നണിയുടെ വിമർശനം അത് അങ്ങേയറ്റം ശരിവെക്കുന്നതും ശരിയായിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ പ്രതീക്ഷിക്കാവുന്നതേയല്ല. വിജിൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയത ഏറ്റവും അധികം ആളിക്കത്തിച്ച് പെരുമാറിയ ആളാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പെരുമാറിയെന്ന് നോക്കൂ, എങ്ങനെയാണ് ആ വിഷയത്തെ സമീപിച്ചെന്ന് നോക്കൂ. വിജിനൊരു കാര്യം അറിയോ? ഏപ്രിൽ 21 പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രചാരണം ആരംഭിക്കുന്നത്, വർഗീയ പ്രചാരണം ആരംഭിക്കുന്നത്. ഏതാണ്ട് മെയ് 10 മറ്റുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നദ്ദയിലൂടെ ഒരു അറിയിപ്പ് കൊടുക്കുന്നത്. അതായത് താരപ്രചാരകർ ഇങ്ങനെ രാജ്യത്ത് മതപരമായ വിഭജനമൊന്നും നടത്തരുത് കേട്ടോ, വളരെയധികം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ മെയ് 10 പറയുന്നത്. അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് കുറേ കഴിഞ്ഞുപോയി. അപ്പോഴും മോദി ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാന ഘട്ടത്തിന് മുമ്പ് ധ്യാനം കൂടിയായി. തൃപ്തിയായില്ലേ വിജിന്? തീർച്ചയായും ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരു പത്രമെടുത്ത് വായിച്ചാൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. തീവ്രമായിട്ടുള്ള വർഗീയ പ്രചരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ എന്തോ വലിയ വികസനം നടപ്പിലാക്കിയിരിക്കുന്നു, തൻ്റെ ഗ്യാരണ്ടിയാണ് അത്, ഇനി വരുന്നത് വലിയ കുതിപ്പിലേക്കുള്ള പോക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോദി ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിരുന്നു. അത് ഇല്ല. ജനങ്ങൾ, ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾ പട്ടിണിയിലും ദുരിതത്തിലും ഒപ്പം തന്നെ തൊഴിലില്ലായ്മയിലും അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ഒരു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന
പ്രധാന വിഷയമായി മാറും എന്ന് ഒരു 1, 2, 3-ാം ഘട്ടത്തിലൊക്കെ എത്തിയപ്പോഴാണ് നരേന്ദ്രമോദിക്കും സംഘത്തിനും മനസ്സിലായത്. ഒരു അടിയൊഴുക്ക് തനിക്കെതിരായി തങ്ങൾക്കെതിരായി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വലിയ തരത്തിലുള്ള ഹിന്ദു വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമം, തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ളൊരു ശ്രമം ഗുജറാത്തിലൊക്കെ മോദി മുഖ്യമന്ത്രിയാകുന്ന സമയത്തൊക്കെ പയറ്റിയതിന് സമാനമായ രീതിയിൽ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൗത്ത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നോർത്ത് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്കുമൊക്കെ തീവ്ര വർഗീയമായിട്ടുള്ള ഒരു പ്രചരണ രീതി BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഓരോ ഘട്ടം കഴിയുമ്പോഴും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏറ്റവും അവസാനത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും കൈകെട്ടി നോക്കിയിരിക്കുകയായിരുന്നു മോദി ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുമ്പോഴും. എന്നിട്ടും ഏറ്റവും അവസാനം കോൺഗ്രസിനും BJPക്കും മാത്രമായൊരു ചെറിയ തരത്തിലുള്ളൊരു താക്കീത് പോലെ മാത്രം ഒരു പരാമർശം നടത്തി പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. മോദി ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്ന കാര്യം ഉറപ്പായിരുന്നു ആ ഘട്ടത്തിൽ ഉൾപ്പെടെ. ചില ഘട്ടങ്ങളിൽ കോടതികൾക്ക് പോലും ഇടപെടേണ്ട ഒരു സാഹചര്യം ഒക്കെ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ ഘട്ടങ്ങളിൽ ഒക്കെ കണ്ടതാണ്. എന്തായാലും ഇതിൻ്റെ ഏറ്റവും അവസാനം ബംഗാളിൽ ഉൾപ്പെടെ ഏകദേശം 8ഓളം സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകും. കർണാടകത്തിൽ ആണ് കഴിഞ്ഞ തവണ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം BJP നേടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിൽ. അവിടെ ഈ പ്രജ്വൽ രേവണ്ണയുടെ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമോ എന്ന നിലയിൽ ഇത്തരത്തിലുള്ളൊരു വർഗീയ പ്രചാരണം മോദിയും NDA സഖ്യവും അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിൽ ഈ ബംഗാളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവേകാനന്ദൻ്റെ പേര് കൂടി ഉപയോഗപ്പെടുത്തുക, ഒപ്പം തന്നെ ഈ താൻ ഒരു പൂർണ്ണമായ ദൈവവിശ്വാസിയാണ്, താൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന തരത്തിൽ ഒരു കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ അവതാരമാണ് എന്നും കൂടിയാണ് വിജിൻ പറഞ്ഞത്. ആരോ എഴുതിയിരിക്കുന്നത് കണ്ടു, ആദ്യം സേവകനാണ് എന്ന നിലയിൽ 14-ൽ, പിന്നീട് കാവൽക്കാരനായി വന്നു, ഇപ്പോൾ നിങ്ങളുടെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പറയുന്ന നിലയിലേക്ക് വന്നു എന്നതുകൂടിയാണ് വിജിൻ ഇപ്പോൾ പറഞ്ഞ പോലെ 57 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് ഈ വിധത്തിലേക്കുള്ള വാർത്തകളും ദൃശ്യങ്ങളും പ്രധാനമന്ത്രിയുടേതായി വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അടക്കം ജനവിധി തേടുകയാണ്. നാളെ അദ്ദേഹം വാരാണസിയിലടക്കം അദ്ദേഹം ജനവിധി തേടുന്നൊരു ഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ധ്യാനമിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മതപരമായ ചിന്തകളുടെ ആ വിശ്വാസത്തിൻ്റെ എല്ലാം പ്രകടനമുണ്ടാവുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നും അത് ബാധിക്കുന്നതേ അല്ല എന്ന നിലയിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെയൊക്കെ കാണുന്നത് എന്ന സംശയം വളരെ കൃത്യമായി ബാക്കിയായി നിൽക്കുക കൂടിയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെ. ഏതായാലും ഇനിയിപ്പോൾ ഈ ധ്യാനത്തിൻ്റേതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കൊക്കെ പ്രതീക്ഷിക്കാം. ഇന്നിങ്ങനെ വന്നു കൂടാഴികയില്ല. സ്വാഭാവിക കേദാർനാഥിലെ ആ ഗുഹയിലിരുന്ന് ധ്യാനം ചെയ്തപ്പോഴൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ വന്ന പോലെ വിജിൻ നമുക്ക് കാത്തിരിക്കാം. ഇതൊക്കെ ഇന്ന് കാണാൻ സാധ്യതയുണ്ട്, വരാനിടയുണ്ട്. അപ്പോൾ ഇന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് വിജിൻ? കേട്ടില്ല. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ക്യാമറയിലേക്ക് പോസ് ചെയ്യുന്നു, ക്യാമറയ്ക്ക് അടുത്തേക്ക് നടക്കുന്നു, പ്രത്യേകം സജ്ജീകരിച്ച ക്യാമറാമാൻമാരൊക്കെയാണ് അവിടെ ഉണ്ടാവുക. അവർക്ക് വേണ്ടി പോസ് ചെയ്ത് അല്ല, അത് എന്തായാലും ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ വൃത്തിക്ക് ഷൂട്ട് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യുക, കാണാനെങ്കിലും ഒരു ഭംഗി ഉണ്ടാവില്ലേ? അത് വരട്ടെ, അതൊക്കെ കാണാമല്ലോ. ഏതായാലും ഇതൊന്നും കാണാതെ കാണാതെ പോകാനേ ആവില്ല.